നമസ്കാരം. ഇറാനിൽ ടെഹ്റാനിൽ നിന്ന് നടന്ന ഫിദായിൻ മാതൃകയിലുള്ള ബോംബാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ എന്ന തരത്തിൽ ചില വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ പ്രചരിക്കുന്നുണ്ട് എന്ന് പറയാം. ഇസ്രായേൽ ആണോ ഇത് നടത്തിയത് എന്നറിയില്ല. ഈ പ്രചരണത്തെക്കുറിച്ച് അന്വേഷണം നടത്തി പല വീഡിയോകളും മാധ്യമങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതാദ്യം തെറ്റാണെന്ന് കണ്ടെത്തി. എന്നാൽ ഈ പ്രചരണത്തിന്റെ യാഥാർത്ഥ്യം അറിഞ്ഞേ മതിയാകൂ എന്ന പേരിൽ തന്നെ പലരും ഈ വീഡിയോയ്ക്ക് പിന്നാലെ പോയി. ഇറാനിൽ ഒരു ബോംബ് ആക്രമണം നടക്കുന്നത് എങ്ങനെയാണെന്ന് ഈ വീഡിയോയുടെ കാണാനും സാധിക്കുന്നുണ്ട്. ഇറാനിലെ ടെഹ്റാനിൽ നടന്നുള്ള ഹിദായിൻ മാതൃകയിലുള്ള ബോംബാക്രമണം എന്നുള്ള തലക്കെട്ടോടെ തന്നെ ചില വീഡിയോ ദൃശ്യങ്ങൾ പരക്കുന്നുണ്ട്. വാർത്താ പ്രകാരം ഈ ദൃശ്യങ്ങൾ ഇസ്രായേൽ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് എന്നും തെളിഞ്ഞിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ ഇറാനിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണെന്ന വാർത്തയിലും പറയുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ ദി ജെറുസലേം പോസ്റ്റും 3 ജൂലൈ 2025 പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഈ വാർത്തയുടെ പ്രകാരം ഇസ്രായേൽ ജൂലൈയിൽ ടെഹ്റാനിൽ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണിതെന്നും പറയുന്നു. ടെഹ്റാനിലെ ഖുദ്സ് സ്ക്വാഡിൽ തന്നെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണിതെന്ന് വാർത്തയിൽ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. മാസങ്ങൾ മാറ്റിക്കൊടുക്കുകയും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയതുപോലെയുമാണ് ഇത് പ്രചരിച്ചതെന്ന് പറയുന്നു. ജൂലൈയിൽ ഇസ്രായേൽ ഇറാനെതിരെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന സൈന്യം നടപടി നടത്തിയിട്ടുണ്ടായിരുന്നു. ഇസ്രായേൽ ജൂണിലാണ് ഈ ആക്രമണം നടത്തിയതെന്ന് എല്ലാവർക്കും അറിയാം. ഈ അടുത്ത കാലത്ത് ടെഹ്റാനിൽ ഫിദായിൻ മാതൃകയിലുള്ള ആക്രമണത്തിനെ കുറിച്ച് യാതൊരു വിശ്വസനീയമായ വാർത്തകളും എവിടെയും കണ്ടിട്ടില്ല. ഇറാനിലെ ടെഹ്റാനിൽ ഇന്ന് നടന്ന ഫിദായിൻ മാതൃകയിലുള്ള ബോംബാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ എന്ന തരത്തിൽ പ്രചരിക്കുന്നത് ജൂലൈയിൽ ഇസ്രായേൽ ടെഹ്റാനിൽ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ തന്നെയാണെന്ന് പറയാം. ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിൽ ജൂത ഉത്സവമായ ഹനുക്ക ആഘോഷിക്കുന്നവർക്ക് നേരെ ഉണ്ടായ ഭീകരാക്രമണത്തെ തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൊവ്വാഴ്ച ശക്തമായി അപലപിക്കുകയും ചെയ്തു. ഇന്ത്യക്കും ഇസ്രായേലിനും തീവ്രവാദത്തോട് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നയമുണ്ടെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. കൂടാതെ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയുടെ സഹകരണത്തിന് ജയശങ്കറിനോട് ഇസ്രായേൽ നന്ദി പറയുകയും ചെയ്തു. 2 ദിവസത്തെ ഇസ്രായേൽ സന്ദർശനത്തിനായി ചൊവ്വാഴ്ച ജയശങ്കർ ടെൽ അവീവിൽ എത്തിയിട്ടുമുണ്ടായിരുന്നു. ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ മോശെ സാറിനോടൊപ്പം തന്നെ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബോണ്ടി ബീച്ചിൽ തന്നെ ഹനൂക്ക ആഘോഷത്തിനിടയിലുണ്ടായ ഭീകരാക്രമണത്തിൽ ജീവഹാനിയും സ്വത്തും നഷ്ടപ്പെട്ടതിൽ ഞാൻ അനുശോചനം രേഖപ്പെടുത്തുന്നു എന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ തന്നെ കുറിച്ച വാക്കുകളിൽ പറയുന്നത്. ഈ ആക്രമണത്തെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നുവെന്നും ജയശങ്കർ വെളിപ്പെടുത്തി.